ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി. വഞ്ചിയൂരിൽ റോഡ് കെട്ടിയടച്ച് CPIM സമ്മേളനം നടത്തിയതിൽ നേതാക്കളോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശം. MV ഗോവിന്ദൻ, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർ നേരിട്ട് ഹാജരാകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. കോടതിയലക്ഷ്യ ഹർജിയിലാണ് നടപടി. ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ചേരുന്നു. ശ്യാം, നേരത്തെ തന്നെ കോടതി ഇക്കാര്യത്തിൽ രൂക്ഷ വിമർശനം ഉയർത്തിയതാണ്. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് ഹാജരാകണമെന്നതാണ് നിർദ്ദേശമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? വഴി കൊട്ടിയടച്ച് സമ്മേളനം നടത്തിയത് വഞ്ചൂരിലാണ്. CPIMന്റെ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച്, പാള ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് അവിടെ ഒരു പൊതുസമ്മേളനം നടത്തിയത്. ഇക്കാര്യത്തിലാണ് കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് കൊച്ചി മരട് സ്വദേശിയായ N പ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വളരെ വലിയ വിമർശനം, കടുത്ത വിമർശനം ഉയർന്നിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇന്ന് ഹർജി കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ CPIMന്റെയും CPIയുടെയും സംസ്ഥാന സെക്രട്ടറിമാർ ഹാജരാകണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകിയത്. ഒപ്പം കോൺഗ്രസിന്റെ എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസും നേരിട്ട് കോടതിയിൽ ഹാജരാകണം എന്നാണ് നിർദ്ദേശം. ഇത് വ്യത്യസ്തമായ പരിപാടികൾ ഇവർ വഴി കൊട്ടിയടച്ച് നടത്തിയെന്നതാണ് കോടതിക്ക് മുന്നിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ സമരത്തിൽ CPI സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം കോൺഗ്രസ് നടത്തിയ സമരത്തിൽ DCC അധ്യക്ഷൻ ഷിയാസും ഹാജരാകണമെന്നൊരു നിർദ്ദേശം കൂടി കോടതി നൽകിയിട്ടുണ്ടല്ലേ? വിനിതമണി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വഴിയടച്ചു കെട്ടിയുള്ള ഒരു സമരത്തെയും കോടതി നിസ്സാരമായി കാണുന്നില്ല എന്നതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമെതിരെ അത് ആര് നടത്തി കഴിഞ്ഞാലും അവർക്കെതിരെ കർശനമായ നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് പാളയം സമ്മേളനവുമായി ബന്ധപ്പെട്ട്, വഞ്ചൂരിലെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം കടകംപള്ളി സുരേന്ദ്രനും നേരിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകുന്നത്. അതിന് തൊട്ടുപിന്നാലെയാണ് ഈ ഹർജി പരിഗണിക്കുമ്പോൾ വഴി കെട്ടിയടച്ച് നേരത്തെ ജോയിന്റ് കൗൺസിൽ, CPIയുടെ ഉദ്യോഗസ്ഥ സംഘടനയായ ജോയിന്റ് കൗൺസിൽ ഒരു സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയിരുന്നു. അതിലാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരിട്ട് കോടതിയിൽ ഹാജരാകേണ്ടത്. ബാലരാമപുരത്തെ ബാലരാമപുരം ജംഗ്ഷനിൽ ജ്വാല എന്ന വനിതാ സംഘടന നടത്തിയ പരിപാടിയിലും ഹൈക്കോടതിയിൽ വിമർശനമുണ്ട്. അക്കാര്യത്തിൽ കിരൺ നാരായണൻ IPSഉം നേരിട്ട് ഹാജരാകണമെന്നാണ് ഹൈക്കോടതി നൽകിയ നിർദ്ദേശവും. കൊച്ചി കോർപ്പറേഷന് മുന്നിലാണ് DCCയുടെ നേതൃത്വത്തിൽ കൊച്ചി കോർപ്പറേഷന്റെ അഴിമതിക്കെതിരെ ഒരു പ്രതിഷേധ സമരം നടത്തിയിരുന്നത്. ഇതും വഴി കെട്ടി അടച്ചുകൊണ്ടുള്ള ഒരു സമരമായിരുന്നു നടന്നത്, സമരപരിപാടിയായിരുന്നു. ഇക്കാര്യത്തിൽ ഹൈക്കോടതി നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിലാണ് എറണാകുളം DCC അധ്യക്ഷൻ, കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകിയത്. ഇവരെല്ലാവരും ഫെബ്രുവരി മാസം 10-നാണ് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടത്. ഇത് സംബന്ധിച്ച കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഫെബ്രുവരി മാസം 10-നാണ് ഈ പാർട്ടികളുടെ എല്ലാം അധ്യക്ഷന്മാർ അല്ലെങ്കിൽ നേതാക്കൾ കോടതിയിൽ ഹാജരാകേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. ഏതായാലും റോഡ് കെട്ടിയടച്ചുള്ള സമരത്തിലാണ് ഇപ്പോൾ കോടതിയലക്ഷ്യ ഹർജിയിൽ MV ഗോവിന്ദൻ, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർ നേരിട്ട് ഹാജരാകണമെന്ന കോടതി നിർദ്ദേശിക്കുന്നത്. ഒപ്പം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കോടതിയലക്ഷ്യ ഹർജിയിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നത്. ജോയിന്റ് കൗൺസിൽ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ടാണ്. മുഹമ്മദ് ഷിയാസ് DCC അധ്യക്ഷൻ കൊച്ചി കോർപ്പറേഷന് മുന്നിൽ കോൺഗ്രസ് നടത്തിയ സമരത്തിലും ഹാജരാകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജ്, ഈ റോഡ് ആരുടെയെങ്കിലും വകയല്ല എന്നതുൾപ്പെടെ രൂക്ഷമായ പരാമർശങ്ങൾ കോടതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ശ്യാം സൂചിപ്പിച്ചതുപോലെ ഒട്ടും നിസ്സാരമായി കാര്യങ്ങൾ കാണുന്നില്ല എന്നതാണ്. അന്ന് നമ്മൾ കണ്ടതാണ് വഞ്ചൂരിൽ വലിയ ഗതാഗത കുരുക്ക് ഉൾപ്പെടെ അനുഭവപ്പെടുന്നത്. ഇത്തരത്തിൽ റോഡിന് നടുവിൽ സ്റ്റേജ് കെട്ടി ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചതിൽ ഉൾപ്പെടെ ജോയിന്റ് കൗൺസിലിന്റെ സമരത്തിലും ഒപ്പം കൊച്ചി കോർപ്പറേഷൻ മുന്നിൽ കോൺഗ്രസ് നടത്തിയ സമരത്തിലുമൊക്കെ സമാനമായ രീതിയിലുള്ള നടപടി കോടതി സ്വീകരിക്കുന്നു. കൃത്യമായ സന്ദേശം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കോടതി നൽകുന്നത്. വിനിത വേണു, നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയുള്ള വിമർശനമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഉയർത്തിയത്. പ്രത്യേകിച്ചും CPIMന്റെ വഞ്ചൂരിൽ നടത്തിയ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് ഈ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. ആ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ ഈ രീതിയിൽ പൊതുജനങ്ങളുടെ വഴി അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള അക്കാര്യം, ആ അവകാശം, സഞ്ചാര സ്വാതന്ത്ര്യം, ആ അവകാശം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയെയും അംഗീകരിക്കില്ല, ഏത് നടപടിയെയും അംഗീകരിക്കില്ല എന്ന കാര്യം ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അതിന് കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരിനോട്, സംസ്ഥാന പോലീസ്
മേധാവിയോടും അടക്കം വിശദീകരണം തേടിയത്. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി അടക്കം നേരിട്ട് ഹാജരായി വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും CPI സംസ്ഥാന സെക്രട്ടറി ജോയിന്റ് കൌൺസിലിന്റെ സമരവുമായി ബന്ധപ്പെട്ട് കൊച്ചി കോർപ്പറേഷന് മുന്നിലെ കോൺഗ്രസിന്റെ സമരത്തിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. ശരി, വ്യക്തമാണ്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.